നീ ഇപ്പൊ എന്താ പറയണേ? ഞാനിപ്പോ വോട്ട് ചെയ്തോണ്ട് ഇവിടെ എന്താ മാറ്റമുള്ളത്? നമ്മളിപ്പോ വോട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോളിനുള്ള മാറ്റം, മറ്റേ വിലക്കയറ്റം, വിലക്കുറവ് ഇതൊക്കെ ഉണ്ടെന്ന് പറയാം. ഇവിടുന്ന് മാറ്റമുള്ളത് ഈ പഞ്ചായത്തിൽ ഇപ്പൊ സംഭവം. എടാ നീ എല്ലാ ദിവസവും വീട്ടിലെ വേസ്റ്റുകള് കൂളായിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കളയുന്നില്ലേ? ഇതൊക്കെ പിന്നെ എങ്ങടാ പോകുന്നത്? പിറ്റേ ദിവസം കാണാറുണ്ടോ നീ? ഇത് എവിടേക്കാ പോകുന്നത്? എടാ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് സഹകരിച്ച് ബയോഗ്യാസ് പ്ലാന്റുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അറിയ ഇപ്പൊ നീ ഒന്ന് നോക്കി, ഇവിടെ ടാറ് ചെയ്യാത്ത എത്ര റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും? ഇപ്പൊ എല്ലാ റോഡും ടാർ ചെയ്ത് കഴിഞ്ഞു. ആശ്രയ പദ്ധതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നീ? എന്താ ആശ്രയ പദ്ധതി കേട്ടിട്ടുണ്ടോ? എടാ ഇവിടെ നമ്മുടെ നാട്ടില് ആരും ഇല്ലാത്ത വയസ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാരില്ലേ, അവർക്ക് അരി പച്ചക്കറി മുതലായിട്ടുള്ള സാധനങ്ങൾ പഞ്ചായത്ത് നേരിട്ട് എത്തിക്കുന്ന പരിപാടിയാണത്. നീ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട്, മുട്ട കഴിക്കുന്നുണ്ട്. ഈ മുട്ടയൊക്കെ ഇവിടുന്ന് വരുന്നത് കോഴി, ആട് തുടങ്ങിയിട്ടുള്ള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. പഞ്ചായത്താണ് ഇത് കൊടുക്കുന്നത് ജനങ്ങളിലേക്ക്. ഇപ്പൊ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളുകൾ നമ്മൾ പഠിച്ച സ്കൂളുകളാണോ? അത് ആളുകളിലേക്ക് എത്തില്ല. ആ മാറ്റം ഉറപ്പായിട്ടും വരും. ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങും. പഴയ ഗവൺമെന്റ് സ്കൂളല്ല ഇപ്പൊ ഒരുപാട് വലിയ വികസനമാണ് വന്നത്. സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാക്കി. പക്ഷെ ആളുകൾ അത് നല്ല വളരെ നന്നായിട്ട് പഴയ പോലത്തെ ടീച്ചർമാരെന്നല്ല, വളരെ നന്നായിട്ട് ഗവൺമെന്റ് ട്രെയിനിങ് കൊടുത്ത് വളരെ മികച്ച ടീച്ചർമാരാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതൊക്കെ മാറ്റല്ലേ? ഇതൊക്കെ പഞ്ചായത്ത് തന്നെയാണ് ചെയ്യുന്നത്. പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണ്. ഇനി അറിയണം നിനക്ക്? ചോദിക്കും. എടാ തൊഴിലുറപ്പ് പദ്ധതിക്ക് 1.5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സമഗ്ര ജാതി കൃഷി, കേരഗ്രാമ പദ്ധതി, കുടിവെള്ള പദ്ധതി, പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹോമിയോ ഹോസ്പിറ്റലുകൾ, ആയുർവേദ ഹോസ്പിറ്റലുകൾക്കുള്ള മരുന്ന്, എത്ര വികസനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇനിയുണ്ട്. ഇവിടെ എന്താ പരിപാടി? പഞ്ചായത്തിന്റെ പരിസര ഞാൻ പോണേ സമ്മതിച്ചു, ഞങ്ങളിതൊന്ന് എടുത്തോട്ടെ. എടാ നമ്മൾ ഈ ഉള്ളാരും വന്നിട്ട് ഇപ്പൊ പണിയാവോ? ഷോർട്ട് ഫിലിം ആക്കി ഇത് മാറ്റില്ല. എടാ കൺസെപ്റ്റ് മാറ്റണോ? എന്താ നിന്റെ ഭാവം? എന്ത്? നീ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടോ എന്താ അഭ്യാസം കാണിച്ചോ? നീ എന്തിനാ എന്നിട്ടാക്കണേ? ഒരു പഞ്ചായത്തും ഒരു ഷോർട്ട് ഫിലിം. നീ ഇപ്പോഴത്തെ എല്ലാ കാര്യവും മാറ്റണം. ഈ ഡിജിറ്റൽ ക്യാമറ വന്നപ്പോ ഫിലിം ക്യാമറ ലവേഴ്സ് അതിനെ എതിർത്തുണ്ടായില്ലേ? അപ്പൊ ഇന്നിപ്പോ ഫിലിം ക്യാമറ എവിടെ ഉള്ളത്? സംഭവം പുതിയ ടെക്നോളജി വരുമ്പോ അതിനെ എതിർക്കും, സ്വാഭാവികമാണ്. ഇതുപോലെയാണ് ഈ ചേട്ടന്റെ കേസ്. ഈ ഫേസ്ബുക്ക് സംഭവങ്ങളുണ്ടല്ലോ, നമുക്കിത് എടുത്താലോ? എടാ നാളത്തെ ഇന്റർനെറ്റിന്റെ പ്രസക്തിയെ കുറിച്ചിട്ട് നമുക്കൊരു ബോധവൽക്കരണം നടത്താം. അതായത് ഇപ്പൊ നമ്മളിപ്പോ പഞ്ചായത്തിൽ നടക്കുന്ന സംഭവങ്ങളിലൊന്നും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല. നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിമിലെ എന്റെ കഥാപാത്രത്തിന്റെ ഈ സംഭവങ്ങളെ പറ്റി അറിയില്ല ഒന്നാമത്തെ കേസ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ നെറ്റ്വർക്കില് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എല്ലാ പ്രശ്നങ്ങളിലും എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ആ ചേട്ടനൊക്കെ സംഭവം എന്തായാലും ഒരു വീട്ടില് ഒരാളെങ്കിലും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും ചേട്ടനെ പോലെ. അപ്പൊ അങ്ങനെ ഓരോരുത്തർ ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാല് സംഭവം ഒരു ഭയങ്കര മാറ്റമായിരിക്കില്ലേ? ഗ്രൂപ്പ് ബെസ്റ്റാ. അപ്പൊ എല്ലാവർക്കും അവരവരുടെ വിഷമങ്ങൾ പോസ്റ്റ് ഇടാം. അപ്പൊ പഞ്ചായത്ത് അത് ശ്രദ്ധിക്കും. അപ്പൊ അങ്ങോട്ട് ഒരു ഇന്ററാക്ഷൻ കിട്ടും. അതൊരു നല്ല ഐഡിയ ആണ്. എടാ ഈ ടെക്നോളജി കത്തിരിക്കണ സമയത്ത് നമ്മൾ കതില് വളം വയ്ക്കും. അതായത് ഒരു വീട് നന്നായ ഒരു ഗ്രാമം നന്നായി, ഒരു ഗ്രാമം നന്നായ ഒരു നഗരം നന്നായി, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ പ്രവർത്തനം. ഓക്കെ. അപ്പൊ എന്താ നമ്മുടെ സിനിമയുടെ പേര്? പ്ലാൻ എ GTS. ഷോർട്ട് ഫിലിമിന്റെ പേര് പ്ലാൻ ബി.